ബിസിനസ് ലോണിൽ മോർഗേജിലുള്ള പ്രോപ്പർട്ടീസ് എങ്ങനെ റിലീസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. എപ്പോഴും ബാങ്കിങ്ങിൽ നമ്മളൊരു പ്രൊവിഷൻ ചെയ്തിട്ട് തന്നെ ബാങ്ക് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു ഫ്യൂച്ചർ ഇവന്റ്സ് വരുമ്പോൾ നമുക്ക് അതിന് ഓവർകം ചെയ്യാനായിട്ട് ഒരു ആഡിക്വേറ്റ് കൊളാറ്റൽസ് നമ്മുടെ കയ്യിൽ സർപ്ലസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരം ഇവന്റ്സിനെ ഓവർകം ചെയ്യാൻ കഴിയില്ല. കാരണം ജനറലി ബാങ്കുകളിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ്, എല്ലാ കൊളാറ്റൽസും ഒരേ ബാങ്കിൽ തന്നെ നിങ്ങൾ എല്ലാവരും മോർഗേജ് ചെയ്യും. അപ്പോൾ നമ്മൾ ആഡിക്വേറ്റ് കൊളാറ്ററൽസ് റിലീസ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഇന്ന് ബാങ്കിങ് സിസ്റ്റത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അത്തരം കൊളാറ്ററൽസ് റിലീസ് ചെയ്ത് ഒരു പ്രൊവിഷൻ ഇട്ട് ബാങ്കിനാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള എല്ലാ റിസ്ക് ഇവന്റ്സിനെയും ഒരു പരിധി വരെ കവർ അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം കൊളാറ്ററൽസ് നിങ്ങൾക്ക് റിലീസ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം കൊളാറ്ററൽസ് റിലീസ് ചെയ്യുക. അപ്പോൾ ലീഡ്സ്പിയർ തരുന്ന ഒരു ഗൈഡൻസും അത് തന്നെയാണ്. ലീഡ്സ്പിയറിന്റെ ടെക്നിക്കൽ ടീം അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ടിംഗ് ടീംസും ചെയ്യുന്നത് ഇത് തന്നെയാണ്. മാക്സിമം കൊളാറ്ററൽസ് ഇപ്പോൾ CGTMSE പോലത്തുള്ള സ്കീമുകളിൽ 10 കോടി വരെ വിത്തൗട്ട് എനി സിംഗിൾ കൊളാറ്ററൽസ് ഒരു ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് ബിസിനസ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലീഡ്സ്പിയർ തരുന്ന ഗൈഡൻസും അത് തന്നെയാണ്, എങ്ങനെ റിസ്ക് റിഡ്യൂസ് ചെയ്ത് ബിസിനസ് ചെയ്യാന്നുള്ളതാണ്.